നമസ്കാരം, എല്ലാവർക്കും കേരള ടു നേപ്പാൾ പാർട്ട് 2ലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത് പശുപതിനാഥ് സ്വാമി ക്ഷേത്രം, ബൗദ്ധസ്തൂപ, അതുപോലെ തന്നെ പത്താൻ ദർബാർ സ്ക്വയറാണ്. നിങ്ങൾ ഈ ചാനൽ പുതിയതാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. താങ്ക് യു. ഡേ 2 രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ആദ്യം ഞങ്ങൾ ചെയ്ത് ഒരു ബൈക്ക് റെൻറ്റിന് ചെയ്യുക, അല്ലെങ്കിൽ സ്കൂട്ടർ റെൻറ്റ് ചെയ്യുക. ഗൂഗിൾ മാപ്പിൽ നോക്കി അടുത്തുള്ള ഒരു ബൈക്ക് റെൻറ്റിങ് ഏജൻസി ആയിട്ടുള്ള മൾട്ടി മോട്ടോർ ബൈക്ക് റെൻറ്റിങ് ഏജൻസിയിലേക്ക് ഞങ്ങൾ ചെന്നു. ഞങ്ങൾക്കൊരു ഡിയോ ആണ് തന്നത്. ഇത് 1000 നേപ്പാളി റുപ്പീസ് ആയിരുന്നു ഒരു ദിവസത്തേക്ക് വാടക. നമ്മൾ പാസ്പോർട്ട് അവിടെ സബ്മിറ്റ് ചെയ്ത് ഫുൾ എമൗണ്ടും കൊടുത്ത് നമ്മൾ ബൈക്ക് എടുത്ത് നേരെ പശുപതിനാഥ് ടെമ്പിളിലേക്ക് യാത്ര തിരിച്ചു. കാഠ്മണ്ഡുവിലെ മെയിൻ അട്രാക്ഷൻസ് എല്ലാം ടൗണിൽ നിന്നും 10 കിലോമീറ്റർ അല്ലെങ്കിൽ 15 കിലോമീറ്റർ റേഡിയസിലുള്ള തന്നെയാണ്. ടെമ്പിളിൻ്റെ സൈഡിൽ തന്നെ പാർക്കിങ്ങിനുള്ള സൗകര്യമുണ്ട്. 30 നേപ്പാളി റുപ്പീസാണ് പാർക്കിംഗ് ചാർജസ്. നേപ്പാളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെമ്പിളാണ് പശുപതിനാഥ് ക്ഷേത്രം. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളും അതുപോലെ തന്നെ ഭക്തരും വരാറുണ്ട്. നമ്മുടെ കയ്യിലെ ഹാൻഡ് ബാഗ്, മൊബൈൽ ഒഴിച്ച് നമ്മുടെ ചെരുപ്പ് അവിടെ വെക്കാനുള്ള ക്ലോക്ക് റൂമുണ്ട്. എൻട്രി ഫീസോ മറ്റോ ഒന്നും തന്നെയില്ല. ഈ അമ്പലത്തിൽ പ്രതിഷ്ഠ ശിവനാണ്. അമ്പലം ആക്ച്വലി ഒരു 1 hour 1.5 hour കണ്ട് നടക്കാനുള്ളതുണ്ട്. അത്യാവശ്യം നല്ല പുരാതനമായ സ്ട്രക്ചേഴ്സും പീസ്ഫുൾ ആയിട്ടുള്ള എൻവയോൺമെൻ്റ് ആണ് ഇവിടെ ഉള്ളത്. അമ്പലത്തിനകത്ത് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ലായിരുന്നു, അതുകൊണ്ട് അകത്തുള്ള വിഷ്വൽസ് എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ സാധിച്ചില്ല. ബാഗ്മതി നദീതീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശിവനാണ്. അതുപോലെ തന്നെ ശങ്കരാചാര്യരുടെ ഒരു ക്ഷേത്രവും നമുക്കിതിനകത്ത് കാണാൻ സാധിക്കും. നമ്മുടെ വാരണാസിയിലെ പോലെ ഇവിടെ മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്നത് കാണാം. അതുവഴി ആത്മാക്കൾക്ക് മോക്ഷം ലഭിക്കുമെന്നാണ് വിശ്വാസം. ബാഗ്മതി നദി ക്രോസ് ചെയ്ത് മുകളിലെത്തിക്കഴിഞ്ഞാൽ ഒരുപാട് ചെറിയ ആരാധനാലയങ്ങൾ കാണാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ അവിടെ ഒരു പുരാതനമായ ശിവക്ഷേത്രവും കാണാം. താഴെയുള്ള അമ്പലത്തിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് മുകളിൽ വളരെ ക്രൗഡ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു എൻവയോൺമെൻ്റാണ് നമുക്കവിടെ കിട്ടുന്നത്. പശുപതിനാഥ് സ്വാമി ക്ഷേത്രത്തിൽ നിന്നും വെറും 15 മിനിറ്റ് മാത്രം അകലെയുള്ള ബൗദ്ധസ്തൂപ്പിലേക്കാണ് അടുത്തത് ഞങ്ങൾ ചെന്നത്. നേപ്പാളിലെ മറ്റ് അട്രാക്ഷൻസിലുള്ള പോലെ തന്നെ ബൗദ്ധസ്തൂപ്പിലേക്ക് പോകുന്ന വഴി 2 വശത്തായി ഷോപ്സ് നമുക്ക് കാണാൻ സാധിക്കും. 5ാം നൂറ്റാണ്ടിലാണ് ബൗദ്ധനാഥ് സ്തൂപ്പയുടെ പണി തീരുന്നത്. ഇത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഒന്നാണ്. നേപ്പാളിലെ തന്നെ ഏറ്റവും വലിയ സ്തൂപ്പയാണ് ബൗദ്ധനാഥ് സ്തൂപ്പ. ടിബറ്റൻ ബുദ്ധിസത്തിൻ്റെ സ്റ്റാർട്ടിങ് ഇവിടെ നിന്നാണെന്നാണ് പറയപ്പെടുന്നത്. അടുത്ത ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ പത്താൻ ദർബാർ സ്ക്വയറാണ്. ഏകദേശം 10 കിലോമീറ്റർ ദൂരമാണ് ബൗദ്ധസ്തൂപ്പിൽ നിന്നും പത്താൻ ദർബാർ സ്ക്വയറിലേക്കുള്ള ഡിസ്റ്റൻസ്. അരമണിക്കൂർ എടുക്കും ഒന്ന് കവർ ചെയ്യാനായിട്ട്. പത്താൻ ദർബാർ സ്ക്വയർ ആക്ച്വലി 17ാം നൂറ്റാണ്ടിലെ നെയ്വാരി ആർക്കിടെക്ചർ ബേസ് ചെയ്ത് നിർമ്മിച്ച ഒരു സ്ട്രക്ചറാണ്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസ് കൃഷ്ണ മന്ദിരം, അതുപോലെ തന്നെ പത്താൻ മ്യൂസിയം ആണ്. 500 നേപ്പാളി റുപ്പീസാണ് ഇവിടേക്കുള്ള എൻട്രി ടിക്കറ്റ്. നേപ്പാളിലെ ഹിസ്റ്റോറിക്കലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ് പത്താൻ ദർബാർ സ്ക്വയർ എന്ന് പറയുന്നത്. നാട്ടിലെ പോലെ തന്നെ ഇവിടെയും കുറച്ച് അമ്മാവന്മാരും അതുപോലെ മുത്തശ്ശന്മാരും ഇരുന്ന് കുശലം പറയുന്നത് ഞാൻ കണ്ടു. അതുപോലെ തന്നെ ഒരുപാട് നേപ്പാളി ലോക്കലൈറ്റ്സ് ഇവിടെ വന്ന് റീൽസും യൂട്യൂബ് കണ്ടൻസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പത്താൻ മ്യൂസിയം ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. പുരാതനമായ ആർട്ടും ആർക്കിടെക്ചറൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. മ്യൂസിയത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് കാണുന്ന വ്യൂ ആണിത്. പത്താൻ ദർബാർ സ്ക്വയർ ഏകദേശം മൊത്തമായിട്ട് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്രൗഡ് വരാൻ തുടങ്ങിയിരുന്നു. നോർത്ത് ഇന്ത്യയിലൊക്കെ കാണുന്ന പോലെ തന്നെ ചെറിയ ചെറിയ ഗള്ളീസാണ് ഇവിടെ കൂടുതലും. ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻ്റ് ആണെങ്കിൽ പോലും ഒരു പീസ് വൈബായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നത്തെ ഡേ അങ്ങനെ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഇനി റൂമിലേക്ക് ഉള്ള യാത്രയാണ്. ഇതാണ് തമിഴ് സ്ട്രീറ്റ്. തമിഴ് സ്ട്രീറ്റിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. തമിഴ് സ്ട്രീറ്റിൻ്റെ റിയൽ ബ്യൂട്ടി ആക്ച്വലി നൈറ്റ് ടൈമിലാണ് പുറത്ത് വരിക. തമിഴ് സ്ട്രീറ്റിൽ ഒരുപാട് ക്ലബ്സും റെസ്റ്റോറൻറ്റ്സും ഫുഡ് ഹബ്സും അതുപോലെ തന്നെ ഒരുപാട് ഷോപ്സും ഹോട്ടൽസും നമുക്ക് കാണാൻ സാധിക്കും. ഇതോടുകൂടി ഡേ 2 കംപ്ലീറ്റ് ആയി. താങ്ക് യു ഫോർ വാച്ചിങ്.